ഇപ്പോൾ കല്യാണിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ പായസം ഉണ്ടാക്കി കൊണ്ടുവന്നു. അതുപോലെ കേക്ക് ഞാൻ വീടിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്യിച്ചത്. അപ്പോൾ അവരാണെങ്കിൽ വന്നപ്പോൾ പേര് മഴയത്താണ് അച്ഛനും അമ്മയും കൂടെ ബൈക്കിൽ വന്നത്. അപ്പോൾ കേക്കിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഒരു പിടുത്തമില്ല. ആകെ എന്താ പറയുക, കവറൊക്കെ നനഞ്ഞ് കുതിർന്നൊക്കെയാണ് എത്തിയത്, ബോക്സൊക്കെ. അപ്പോൾ ഞാനത് പതുക്കെ തുറന്ന് നോക്കായിരുന്നു, എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നറിയില്ലല്ലോ. എന്തായാലും അത് തകർന്നു പോയിട്ടുണ്ടാവുമെന്നാണ് അതിൻ്റെ ഒരു ബോക്സിൻ്റെ ഒരു രൂപം കണ്ടായിരിക്കും നമുക്ക് തോന്നുക. പക്ഷേ ഞാനത് പതുക്കെ തുറന്നൊക്കെ വന്നപ്പോൾ ചെറിയ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ ഒരു ചെറിയ തട്ടലും മുട്ടലും ഒക്കെ മാത്രമേ സംഭവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു കേക്കും കൂടെ വാങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും മോശമായ ഒരു കേക്ക് കല്യാണിനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവൾക്ക് വിഷമാവില്ലേ എന്നൊക്കെ കരുതി നിൽക്കുമായിരുന്നു. പക്ഷേ കല്യാണി കുട്ടിക്ക് വേറൊരു കേക്കും കൂടെ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടോ ആ ഒരു ദിവസം തന്നെ. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ കേക്ക് തകർന്നു പോയി. ഞാൻ ആദ്യമൊക്കെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്തിരുന്ന സമയത്താണ് ഇങ്ങനെ ഫ്ലോപ്പായി പോയ കേക്കിൻ്റെ ഒരു സ്റ്റോറിയൊക്കെ പറയാറുള്ളത്. ചില സമയങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. എനിക്ക് ഇതുവരെ സംഭവിച്ചില്ല. എൻ്റെ കേക്കൊക്കെ ഫ്ലോപ്പാക്കിയിട്ടുള്ളത് കല്യാണി കുഞ്ഞായിരിക്കുമ്പോൾ കല്യാണി തന്നെയാണ്. ഞാനെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ചിലപ്പോൾ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവന്ന് ചിങ്ങേരി ചിലപ്പോൾ ഫ്രിഡ്ജൊക്കെ തുറന്ന് വന്ന് അതിലൊന്ന് തോണ്ടി അങ്ങനെയൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ കേക്ക് സെയിൽ ചെയ്തിരുന്ന സമയത്ത് കല്യാണി വീട്ടിൽ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുസൃതികളൊക്കെ ചെയ്യാറുള്ളത്. പക്ഷേ അന്നൊക്കെ നമുക്ക് ഭയങ്കര ദേഷ്യം വരും. കാരണം ഓരോരുത്തരും ഓർഡർ ചെയ്തിട്ട് നമ്മൾ പൈസ മുടക്കി സാധനങ്ങൾ വാങ്ങി അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേക്കിലൊക്കെ വന്ന് ഇങ്ങനെ തോണ്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും. പക്ഷേ ഇപ്പോൾ വർഷങ്ങളായി ഇത് ആ ഒരു വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളത് ആലോചിക്കുമ്പോൾ ഞാനിപ്പോൾ ചിരിച്ചും കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇത് പറയുന്നത്. പക്ഷെ അന്ന് ഞാനിത് ചിരിച്ചും കൊണ്ടല്ല എടുത്തിട്ടുണ്ടാവുക. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് മോശമാക്കാൻ നോക്കുമ്പോൾ നമുക്ക് ദേഷ്യമാക്കിയും വരിക അല്ലേ. അപ്പം സാഹചര്യങ്ങൾ മാറും തോറും നമ്മളുടെ ഓരോ സംഭവങ്ങളും നമ്മൾ പല രീതിയിലായിരിക്കും അത് ചിലപ്പോൾ എടുക്കുക. അന്ന് ദേഷ്യത്തോടു കൂടെ കണ്ട കാര്യം ഇന്ന് ഞാൻ ചിരിച്ചും കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഈ കേക്കിന് വലിയ പ്രശ്നമൊന്നും പറ്റില്ല. അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചു കേട്ടോ.